പ്രമാണിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു. ഇത്തവണ ഏറ്റവും കൂടുതൽ ആനുകൂല്യം എത്തിച്ചേരുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണെന്ന് നേരത്തെ തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം ആദ്യഘട്ടമെന്നോണം ഇന്നലെ മുതൽ വിതരണം സജീവമായിട്ടുണ്ട്. അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ 1600 രൂപ വീതവും 3200 രൂപ വീതവും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് പ്രത്യേക അറിയിപ്പെത്തി. 3200 രൂപ വീതം എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർക്ക് സെപ്റ്റംബർ 10 മസ്റ്ററിംഗിനുള്ള കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ മുതൽ വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ കുടിശ്ശികയ്ക്കും തനത് പെൻഷൻ തുകയ്ക്കും അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഇതോടൊപ്പം തന്നെ 1600 രൂപ മാത്രം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്കുള്ള 1600 രൂപയുടെ രണ്ടാം ഘട്ട വിതരണം ആരംഭിക്കും. കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതം മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവർക്ക് ഇന്നു മുതൽ 1600 രൂപയുടെ രണ്ടാം ഗഡു കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. 1200, 2700 എന്നിങ്ങനെ തുക എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കളിൽ 7 ലക്ഷത്തോളം വരുന്ന NSAP പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബാക്കി തുകയായ കേന്ദ്രവിഹിതം കൂടി ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള ആദ്യത്തെ ഓണക്കാല ധനസഹായ വിതരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചത്. വിവിധ വിഭാഗങ്ങൾക്ക് ഉത്സവബത്ത പ്രഖ്യാപിച്ചു. പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണം ആശ്വാസമായി 2250 രൂപ വീതം എക്സ്ഗ്രേഷ്യ ലഭിക്കും. ഇത്തവണ 250 രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 425 ഫാക്ടറികളിലെ 13835 തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കും പെൻഷൻകാർക്കുമുള്ള ഓണം ഉത്സവ ബത്ത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവ ബത്ത 500 രൂപ ഉയർത്തി 7500 രൂപ വീതം ലഭിക്കും. പെൻഷൻകാർക്കുള്ള ഉത്സവ ബത്ത 2500 രൂപയിൽ നിന്നും 2750 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 37,000 സജീവ അംഗങ്ങൾക്കും 8700 പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക. സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിനായി 1000 രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്യും. 2149 തൊഴിലാളികൾക്ക് കിറ്റ് ഉറപ്പാക്കാൻ 21.49 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഖാദി തൊഴിലാളികളുടെ ഓണക്കാല ഉത്സവ ബത്ത 250 രൂപ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2000 രൂപ വീതം ഇവർക്ക് ലഭിക്കും. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി 50 കോടി രൂപയുടെ അധിക സഹായം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയിരിക്കുന്നത്. കയർ, മത്സ്യബന്ധനം, കൈത്തറി, ഖാദി, ഈറ്റ, കാട്ടുവള്ളി, തഴ, ബീഡി ആൻഡ് സിഗാർ മേഖലയിലെ ഇൻകം സപ്പോർട്ട് സ്കീം ആനുകൂല്യമാണ് വിതരണം ചെയ്യുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണസമ്മാനമായി 1250 രൂപ വീതം നൽകുമെന്ന് തദ്ദേശ മന്ത്രി MP രാജേഷ് അറിയിച്ചു. കഴിഞ്ഞ വർഷം 1000 രൂപയായിരുന്നു നൽകിയിരുന്നത്. 250 രൂപ വർദ്ധിപ്പിച്ച് 1250 രൂപയാണ് ഇത്തവണ ലഭിക്കുക. കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.